ഇത് വാണിദേവി ഇവിടെ നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഈ നെടുമ്പാശ്ശേരിയിലെ ക്രൂര കൊലപാതകത്തിൽ ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. ഇതിൽ ഉറപ്പായും എന്തെങ്കിലും തരത്തിൽ MDMA യുടെയോ അല്ലെങ്കിൽ മാരകമായ രാസലഹരികളുടെയോ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. പക്ഷേ അതിൻ്റെ രാസപരിശോധനാ ഫലം വരട്ടെ. ഇതാ അവിടെ തഴുത്തലയിൽ, കൊല്ലം തഴുത്തലയിൽ, കുട്ടിയത്തിനടുത്ത് തഴുത്തലയിൽ അമ്മയെ കഴുത്തറുത്ത് കൊന്ന് മകൻ തൂങ്ങി മരിച്ച ആ സംഭവത്തിൽ ഇയാൾ ഇയാൾ ഒരു അഡിക്റ്റാണ്. MDMA-യും കഞ്ചാവും പോലുള്ള മാരക മയക്കുമരുന്ന് അഡിക്റ്റാണ് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീമതി വാണിദേവി, നമ്മൾ കുറച്ചു കാലം മുമ്പ് SKN40 എന്ന് പറയുന്ന രീതിയിൽ കേരളം ഒന്നാകെ ഒരു 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 ലഹരി വിരുദ്ധ യാത്ര നടത്തിയതാണ്. ഒരുപാട് ഞെട്ടിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും MDMA അഡിക്റ്റായ കഥ ഒരു പോലീസുകാരൻ പറയുന്നത് അടക്കം ഒരുപാട് ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടതാണ്. ഒരുപാട് റെയ്ഡുകൾ നമ്മൾ കണ്ടു, ഒരുപാട് പരിശോധന കണ്ടു. ഏതോ തരത്തിൽ ഒതുങ്ങി എന്ന് കരുതിയതാണ്. ഒന്നും ഒതുങ്ങിയിട്ടില്ല എന്നല്ലേ പിന്നെയും വീണ്ടും ആവർത്തിക്കുന്ന ഈ പറയുന്ന കൊലപാതകങ്ങളും ഈ പറയുന്ന ബ്രൂട്ടാലിറ്റിയും സൂചിപ്പിക്കുന്നത് ശ്രീമതി വാണിദേവി? തീർച്ചയായിട്ടും നമ്മൾ ഈ ഒതുങ്ങി എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഷാന്റെ കേസിൽ തന്നെ പറയുന്നുണ്ട്, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോലീസിൽ പരാതിപ്പെട്ടു, തെളിവ് സഹിതം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒത്തുതീർപ്പ് പഞ്ചായത്ത് നടത്തുക എന്ന് പറയുന്നതല്ല പോലീസിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അനോണിമസ് ആയിട്ട് പോലീസിലേക്ക് അല്ലെങ്കിൽ എക്സൈസിനെ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാം എന്ന് പറഞ്ഞ് ഒരു സംവിധാനം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് സാധാരണക്കാര് എന്ന് നമ്മൾ വിചാരിക്കുന്ന തിരിച്ച് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ഇതുപോലെയുള്ള മനുഷ്യരുടെ ഇരയായി തീരുന്ന മനുഷ്യർ എന്താണ് ചെയ്യേണ്ടുന്നത്? എവിടെയാണ് സഹായം ചോദിച്ചു ചെല്ലേണ്ടുന്നത്? തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കേസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഒരു കേസ് എടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ ഒന്നൊരു ട്രീറ്റ്മെന്റിന് വിധേയരാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം എങ്കിലും പോലീസ് ചെയ്തിരുന്നെങ്കിൽ, ഇതൊരു രോഗമാണെന്നും അഡിക്ഷൻ ഒരു രോഗമാണെന്നും അതിന് ചികിത്സയുണ്ടെന്നും ചികിത്സിക്കാൻ വേണ്ടുന്ന ഒരു സഹായം ഫോഴ്സ്ഫുള്ളി എങ്കിലും ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലീസ് ഇടപെട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത പറയേണ്ടി വരില്ലായിരുന്നു. അപ്പൊ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന ഫോഴ്സിന്റെ എണ്ണം കുറവാണ്, SHO ഇല്ല, SI ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ഒരു ന്യായീകരണമല്ല. SHO ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ഉള്ള ഒരു വ്യക്തി ഉണ്ടാവും, SHOയെ പോലെ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ചാർജ് ഉള്ള മറ്റൊരു സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് ഓൾട്ടർനേറ്റ് സംവിധാനങ്ങൾ ഇല്ല. SHO ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസമാധാനം കിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ വാണിദേവി, ഈ ഇമ്പോർട്ടൻസ് കഴുത്തറത്ത് കൊല്ലുക എന്ന് പറയുന്നതിന് എന്തൊരു ബ്രൂട്ടലാണ്! ഈ സ്വന്തം അമ്മയുടെ കഴുത്തറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരമാണ്! നോക്കൂ, ഇവിടെ താമരശ്ശേരിയിൽ നമ്മളൊന്ന് കണ്ടു, അതും സ്വന്തം അമ്മയുടെ കഴുത്തറത്ത് കൊന്നതാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്യൂമറിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ കിടന്ന അമ്മയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുവാൾ എടുത്തുകൊണ്ട് കഴുത്തറത്ത് കൊന്നു. എന്താണ്, വീട്ടിൽ ചിക്കൻ കറി ഇല്ല എന്ന് പറഞ്ഞ അമ്മയെ കൊന്ന മറ്റൊരു മകനെ കണ്ടു, അതും കഴുത്തറത്ത് കൊന്നതാണ്. ഇവിടെ അത് രണ്ടും എന്താണ്, മക്കൾ ആത്മഹത്യ ചെയ്തില്ല, ഒട്ടും കുറ്റബോധമില്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്. അതിൽ ഒരാൾ പറഞ്ഞ കാരണം എനിക്ക് ജന്മം തന്നതിന് ശിക്ഷ കൊടുത്തു എന്നാണ്. അതിലൊരു പയ്യൻ പറഞ്ഞ കാരണം, കൊല്ലാൻ പറഞ്ഞ കാരണം. ഇതിപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്തു, അത്രയും നല്ല കാര്യം എന്ന് ഞാൻ പറയൂ. ശ്രീമതി വാണിദേവി, ഈ എന്താണ് സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറയുന്ന ഈ പറയുന്ന വല്ലാത്ത വൈൽഡ് മാനസികാവസ്ഥയിലോട്ട് എങ്ങനെയാണ് ഏത് ലഹരിയാണെങ്കിലും ചെന്നെത്തിപ്പെടുന്നത്? ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കേസ് അല്ലല്ലോ. വെഞ്ഞാറമൂട് അഫ്വാന്റെ കേസിലും നമ്മൾ ഇതേപോലെ തന്നെ കണ്ടത് എന്തൊരു ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു. അതിനു മുൻപും ഒരുപാട് കേസുകൾ നമ്മൾ ആ രീതിയിൽ ഇതുപോലെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബ്രൂട്ടലായിട്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരവസ്ഥ, ആരോടും അനുകമ്പയില്ലാത്ത ഒരവസ്ഥ, ഉത്തരവാദിത്വം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, എല്ലാം എന്റെ റൈറ്റ്സ് മാത്രമാണ്, എന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം അവരെടുത്തോണം എന്നുള്ള നിലയിൽ പെരുമാറുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ഇന്ന് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഒക്കെ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ഗ്രാറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന് വരുന്ന ഒരു സ്ഥലത്ത് അതിനെ ആരാണോ ഈ ആഗ്രഹം സാധിക്കാനായിട്ട് തടസ്സം നിൽക്കുന്നത് അവരെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്കാണ് മനുഷ്യർ പോകുന്നത്. അവിടെ പലപ്പോഴും നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകളും അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞ പല കേസുകളിലും ഈ പറയുന്ന ക്രിമിനാലിറ്റി സ്വഭാവം കാണിച്ചവർ ഇതിന് വിധേയരാണ് എന്ന് തെളിവ് സഹിതം ഈ ക്രിയ നടക്കുന്നതിന് മുമ്പ് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും നമ്മുടെ സംവിധാനം എന്ത് മെഷറാണ് എടുത്തത്?
ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഒരു ചർച്ചയും ശിക്ഷയും എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്നതിന് ശേഷം ഒരു ശിക്ഷ എന്ന് പറയുന്നതിലുപരി ആ ക്രൈം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ആരും, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പല കേസുകളിലും ഇത് ആവാം കാരണം എന്ന് മാത്രം നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. ഇവിടെ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കുറിച്ച് തന്നെ കംപ്ലൈന്റ് പോയിട്ടുണ്ടല്ലോ. തെളിവ് സഹിതമാണല്ലോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഹാജരാക്കിയത്. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പൊ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ മാനസികാവസ്ഥ എന്താണ്? അവരുടെ ഡ്യൂട്ടിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇപ്പൊ നമ്മൾ ക്രൈം ചെയ്യുന്നവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ കുറിച്ചോ അല്ല. ഇതൊരു കൂട്ടായ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന ക്രൈംസ് എല്ലാം. ഏത് ക്രൈം എടുത്താൽ അത് ആ ഒരു വ്യക്തിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, ഇതിന് സമൂഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും അതിനകത്ത് ആക്ഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്.